ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റർ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഇടയിൽ സ്റ്റഫിംഗ് ആയിട്ടോ ഒക്കെ വെച്ച് കഴിക്കാവുന്ന ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം. ഈ സ്റ്റർ ഫ്രൈക്ക് ഞാൻ ചിക്കനും വെജിറ്റബിൾസും കൊണ്ടാണ് ഈ സ്റ്റർ ഫ്രൈ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബോൺലെസ് ചിക്കൻ. ഈ ചിക്കൻ ഞാൻ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. അപ്പം ചിക്കൻ 1 കപ്പ് ബോൺലെസ്. ചിക്കൻ വെജിറ്റബിൾ സ്റ്റർ ഫ്രൈ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ബീൻസും ക്യാരറ്റും, സവാള ആവശ്യത്തിന് 1/4 കപ്പോളം സവാള, ഗാർലിക് ചതച്ചെടുത്തത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്. പിന്നെ എരിവിനായിട്ട് നമ്മളിതിൽ കുരുമുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം കുരുമുളക് പൊടി ആവശ്യത്തിന്, ഒരു നുള്ള് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പം ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ വെജിറ്റബിൾസ് സ്റ്റർ ഫ്രൈ തയ്യാറാക്കാം. ഇത് ക്യാരറ്റും ബീൻസും, അതുപോലെ ചിക്കൻ നീളത്തിൽ അരിഞ്ഞ ചിക്കനും ഇതൊന്ന് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ സവാള സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി ചതച്ചത്, ഇത് ഇത്രയും കൂടെ നമ്മൾ ഇട്ടിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കും. ഇതൊന്ന് പകുതി വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇത് ആവശ്യത്തിന് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മൂടി വയ്ക്കുക. ഇപ്പോൾ വെജിറ്റബിൾസും ചിക്കനും ചെറുതായിട്ടൊന്ന് തിളച്ച് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും വെജിറ്റബിൾസുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് കുക്കാവും. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ഒരു ഇതാണ്. അധികം എരിവൊന്നും ഇടാതെ, അതായത് കുരുമുളക് പൊടിയൊക്കെ ഇത്തിരി കുറച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. കാരണം വെജിറ്റബിൾസും ചിക്കനും അല്ലേ, അപ്പം പ്രോട്ടീൻ റിച്ച് ആണ്. ഇപ്പോൾ ആ കളറ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തപ്പോഴത്തേനും ഒരു ശകലം യെല്ലോ കളറും കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ക്രമീകരിക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റത്തേക്ക് ഇതിങ്ങനെ ഈ ഗ്യാസിൽ ഈ പാൻ ഇങ്ങനെ വെച്ച് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുക. വെജിറ്റബിൾസും ചിക്കനും ഇപ്പോൾ നല്ല വെന്ത് വരുന്നുണ്ട്. ഇത് നല്ലോണം വറ്റി, ഇത് ഫ്രൈ എന്ന് പറയുമ്പോൾ സ്റ്റർ ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ലോണം വറ്റി വരണമല്ലോ. അപ്പം ചിക്കനൊക്കെ നല്ലോണം വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലോണം വെന്ത് വരുന്നുണ്ട് വെജിറ്റബിൾസും ചിക്കനും. ഇതിങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഈ ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ആ വെജിറ്റബിൾസിനൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടും. അതായത് ചിക്കൻ സ്റ്റോക്ക് ഇതിലോട്ട് ഈ ചാറിലോട്ടൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവറാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതായത് ഈ വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റോ അല്ലെങ്കിൽ ഈ ബീൻസ്, ചിക്കനൊക്കെ മിക്കവാറും നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ പാത്രം തുറന്ന് വെച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇതൊരു സ്റ്റർ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒലിവ് ഓയിലോ എന്ത് വേണേലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആവും. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇപ്പോൾ വെജി ചിക്കൻ സ്റ്റർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതിൽ ടോട്ടലായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജി ചിക്കൻ സ്റ്റർ ഫ്രൈ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചിക്കൻ സ്റ്റർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലൊരു
ലഞ്ച് റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിലധികം മസാലയോ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം, കുറച്ച് ചതച്ച ഗാർലിക്കും വെജിറ്റബിൾസും ചിക്കനും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഗുഡ് ബൈ. താങ്ക് യു.